ശ്രീ സി ആർ ഇവിടെ കൂടിക്കാഴ്ച നടന്നു ദല്ലാൽ പറഞ്ഞു അത് ഇ പിയും ജാവദേക്കറും സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ നന്ദകുമാർ ഗോവിന്ദമാഷ് പറഞ്ഞ എത്രയെത്ര ഫ്രോഡാണെങ്കിലും അദ്ദേഹം പറഞ്ഞ ബാക്കി കാര്യങ്ങൾ കൂടി മുഖവിലേക്ക് എടുക്കണമല്ലോ. പറയുന്നത് എന്താണ്? ലാവ്ലിൻ കേസ് കോടതിയിൽ കൺസീഡ് ചെയ്യാം, സ്വർണ്ണക്കടത്തടക്കം അന്വേഷണങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാം, 2026 ഒരിക്കൽ കൂടി കേരളത്തിൽ CPM അധികാരത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കാം. ഒറ്റ കാര്യം എന്താണ്? തൃശ്ശൂരിൽ ഒറ്റ സീറ്റിന് സഹായിക്കണം. അപ്പോൾ ഈ അന്വേഷണം നടത്തി ഈ പറയുന്ന കാര്യങ്ങൾ, കരുവന്നൂരടക്കമുള്ള കാര്യങ്ങളിൽ സത്യം പുറത്തു വരുമെന്ന് കരുതിയിരിക്കുന്നവർ പൊട്ടന്മാർ, മണ്ടന്മാർ. CR നീലകണ്ഠൻ, അല്ല, നമ്മുടെ രാഷ്ട്രീയം എത്രത്തോളം തരം താഴ്ന്ന് അതിന് മണ്ണിനടിയിൽ, മണ്ണ് നല്ലൊരു സാധനമാണ്, അതിനൊക്കെ അടിയിൽ പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ വിഷമമുണ്ട്. പക്ഷേ ഏറ്റവും തരം താഴ്ന്ന് ഏറ്റവും മോശപ്പെട്ട ചാണകക്കുഴി എന്ന് പറഞ്ഞാൽ പോലും പോരാ, അതിനേക്കാൾ താഴ്ന്ന അവസ്ഥയിൽ നമ്മുടെ രാഷ്ട്രീയം എത്തി നിൽക്കുന്നു. എനിക്ക് ഇടതുപക്ഷം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു വാല്യൂ ചിരിച്ച് ചത്തുവോ? എത്ര കൊല്ലായി ഇത് നമ്മൾ കാണുന്നു, എത്ര കൊല്ലം. ഈ ജയരാജന് എത്ര പ്രാവശ്യം ഇതുപോലെ കാര്യങ്ങൾ പറ്റിയിട്ടുണ്ട്. സാന്റിയാഗോ മാർട്ടിൻ, ഞാനത് ഓരോന്നായിട്ട് പറയണ്ട, സാന്റിയാഗോ മാർട്ടിൻ മുതൽ വൈദികം റിസോർട്ട് വരെ ഉള്ള കാര്യം. അപ്പോൾ അങ്ങനെ രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്നറിയോ? പിണറായി വിജയൻ, ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യം. പിണറായി വിജയൻ ഇല്ലായിരുന്നെങ്കിൽ കേരളം, എല്ലാവരും പിണറായി വിജയനെതിരെയാണ് പറയുന്നത്. പിണറായി വിജയൻ്റെ രക്ഷാ കവചമായി ഏറ്റവും കൂടുതൽ പൊതുസമൂഹത്തിൽ വന്ന ആളാണ് ജയരാജൻ. എത്ര പ്രാവശ്യം അദ്ദേഹം ഈ തെമ്മാടിത്തരം, അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷത്തിന് യോജിക്കാത്തത്. ഇപ്പം അത് കുഴപ്പമില്ല, പിണറായി പക്ഷത്തിന് ഇടതുപക്ഷം എന്ന പേരില്ല എങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ അക്സർ പറയുന്ന മാതിരി വലിയ പ്രിൻസിപ്പിൾ, എനിക്ക് ചിരിയാ വരണേ. കേരളത്തിൽ നിന്ന് കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ പോയിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ അക്സറെ, കേരളത്തിൽ നിന്ന് ഒരു സിറ്റിംഗ് MLA പോയിട്ടുണ്ട് BJPയിലേക്ക്. അത് ഏത് പാർട്ടിയുടെ MLA ആയിരുന്നു എന്നറിയാമോ? കേരളത്തിൽ നിന്ന് ഒരു മുൻമന്ത്രിയും MP യുമായ ഒരാൾ BJPയിലേക്ക് പോയി മത്സരിച്ചിട്ടുണ്ട്. അത് ഏത് പാർട്ടിയുടെ ആയിരുന്നു എന്നറിയോ? കോൺഗ്രസിൽ നിന്ന് എനിക്ക് മനസ്സിലായിടത്തോളം ഇതുവരെ ഒരു മുൻ MP യോ ഒരു MP യോ അല്ലെങ്കിൽ ഒരു MLA യോ മുൻ MLA യോ പോലും ഇതുവരെ BJPയിലേക്ക് പോയിട്ടില്ല. CPMൽ നിന്നാണ് പോയിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ വിഷയം, ഇപ്പോൾ നേരത്തെ ഹാഷ്മി ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്താണ് ജയരാജന് ഇവരുമായി ചർച്ച ചെയ്യാനുള്ളത്? എന്താണ് നന്ദകുമാറും ജയരാജനും തമ്മിലുള്ള ബന്ധം ചെറിയ ബന്ധമൊന്നുമല്ലല്ലോ. നമുക്കറിയാം, പാർട്ടിയുടെ പരിപാടി നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാതെ നന്ദകുമാറിൻ്റെ വീട്ടിൽ ഒരു സ്വകാര്യ ചടങ്ങിന് വന്ന ആരോഗ്യ പ്രശ്നമുള്ള EP ജയരാജൻ. പിന്നെ അദ്ദേഹത്തിന് എപ്പോഴോ ഏതോ ഒരു സ്ഥലത്ത് വെച്ച് നവകേരള സദസ്സ് എന്ന് പറഞ്ഞ് പിണറായി വിജയനും സർക്കാരും ഇടതുപക്ഷവും ആഘോഷിച്ച ആ പരിപാടിയിൽ പോലും പങ്കെടുക്കാൻ സമയം കിട്ടാതെ നന്ദകുമാറിൻ്റെ വീട്ടിലായിരുന്നു ശ്രീ സഖാവ് ജയരാജൻ എന്ന കാര്യം ഇപ്പോഴൊന്നും അല്ലല്ലോ അറിയണേ. ഇപ്പോൾ ഗജഫ്രോഡാണ്, മറ്റതാണ്, മറിച്ചതാണ്. ഈ നന്ദകുമാറിൻ്റെ വീട്ടിൽ പോയ ജയരാജനോട് എപ്പോഴെങ്കിലും ഒരു വാക്ക്, നിങ്ങൾ എന്താ പാർട്ടി പരിപാടിക്ക് വരാതെ നന്ദകുമാറിൻ്റെ വീട്ടിൽ പോയി എന്ന് ചോദിക്കാനുള്ള തൻ്റെ ഇടമുള്ള ഒരു നേതാവ് CPMലില്ല. പ്രശ്നം അതാണ്. ഇത് മുഴുവൻ ഒപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഈ എല്ലാവിധ തട്ടിപ്പുകൾക്കും, നേരത്തെ പറഞ്ഞ എല്ലാം, അതൊന്നല്ല, CMRലെ കൊടുബിലിറ്റിയാണ്. അതിനു മുമ്പ് ലാവ്ലിൻ മുതൽ ഇങ്ങോട്ട് എല്ലാ തട്ടിപ്പുകൾക്കും പിണറായി വിജയൻ്റെ രക്ഷാ കവചമാണ് EP ജയരാജൻ. അദ്ദേഹത്തിനെ പാർട്ടി സെക്രട്ടറി ആക്കാതെ വേറൊരാളെ ആക്കി. എപ്പോഴും അദ്ദേഹം ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനറാണ്. കേരളത്തിൽ ഒരു ഇടതുപക്ഷ മുന്നണിയുടെ അവരൊന്നും മിണ്ടില്ല. ഇപ്പം ബിനോയ് വിശ്വത്തിന് ഇക്കാര്യം ചോദിച്ചു അദ്ദേഹത്തിനോട്, നിങ്ങൾ കൂടി ഉൾപ്പെടുന്ന മുന്നണിയുടെ സംസ്ഥാന കൺവീനറായ സഖാവ് EP ജയരാജൻ ഈ ചെയ്ത് ശരിയാണോന്നും ഒന്ന് ചോദിച്ചു നോക്കൂ. മിണ്ടില്ല. അതാണ് ജനാധിപത്യം. ഇവിടെ ജനാധിപത്യവുമില്ല, ഒരു ഇടതുപക്ഷവുമില്ല, കച്ചവടപക്ഷം. അത് വ്യാപാരം മാത്രമല്ല, വ്യാപാരം ഒരു കുഴപ്പമില്ല സാധന, പക്ഷെ അന്തർഗത വ്യാപാരം. അല്ല സിആർ ഞാൻ ചോദിച്ചത് ഇവിടെ ശരി, നന്ദകുമാർ ഫ്രോഡാണ്, നന്ദകുമാർ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്, അവൻ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആളാണ്, ശരി, വിഗ്രഹമോഷ്ടാവാണ്. പക്ഷെ നന്ദകുമാറാണല്ലോ ആദ്യം പറയുന്നത് ജാവദേക്കർ EP കണ്ട കാര്യം. അത് EP സ്ഥിരീകരിക്കുന്നുണ്ടല്ലോ, അത് ജാവദേക്കർ സ്ഥിരീകരിക്കുന്നുണ്ടല്ലോ, എല്ലാവരും സ്ഥിരീകരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ നടന്ന ചർച്ചയെപ്പറ്റി പറയാൻ പറ്റുന്ന ആളാരാണ്? ജാവദേക്കറാണ്. അപ്പോൾ ബാക്കിയൊക്കെ വിശ്വസിക്കാം. ജാവദേക്കർ ഈ ലാവ്ലിൻ കേസിൽ കൺസിഡർ ചെയ്താൽ തൃശ്ശൂര് ഒന്ന് കണ്ണടച്ചാൽ ഒരു സീറ്റ് വാങ്ങിത്തന്നാൽ ഞങ്ങൾ എല്ലാം ചെയ്തു തരാം എന്ന വാഗ്ദാനം കൊടുത്തു എന്നത് അവിശ്വസിക്കണോ ശ്രീ CR നീലകണ്ഠൻ? ഞാൻ ഒന്നും അവിശ്വസിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ കുറെ കാലമായി ഈ പിണറായി വിജയൻ കേരളത്തിൽ രക്ഷപ്പെട്ട് നിൽക്കുന്നത് മോഡിയുടെ സഹായം കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് മോഡി എന്ന വാക്ക് പിണറായി വിജയൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മോഡിക്കെതിരായി എന്നൊന്ന് നോക്കിയാൽ മതി. നിതിൻ ഗഡ്കരി RSSന്റെ ഏറ്റവും ഉന്നതനായ നാഗ്പൂരിലെ MP ആണ്, RSSന്റെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രം. അദ്ദേഹം വന്ന് പിണറായി വിജയൻ്റെ വീട്ടിൽ
താമസിച്ചിട്ടുണ്ട്. എന്നിട്ട് സൗഹൃദം അല്ല, സൗഹൃദമാണ്. ആയിക്കോട്ടെ, എനിക്ക് വിരോധമില്ല, എനിക്കൊരു വിരോധമില്ല. സൗഹൃദമാണ് സാർ, അദ്ദേഹം ഗവർണറുടെ വീട്ടിൽ താമസിച്ചു, ഊഷ്മളമായ സൗഹൃദമാണ് സാർ അത്. അപ്പോ പ്രേമചന്ദ്രൻ എല്ലാവരും കാണുക ഒരു ചായ കുടിക്കാൻ പോയതിനു വേണ്ടി ഇത്ര വലിയ ബഹളമുണ്ടാക്കി ഇടതുപക്ഷത്തിന്റെ ആ ഒരു സംഗതി ഉണ്ടല്ലോ. ഇപ്പൊ ഇവിടെ ഈ കഴിഞ്ഞ ഇലക്ഷന് മുഴുവൻ ഇവര് ജയിച്ചാൽ അങ്ങോട്ട് പോയി. എനിക്കൊരു എപ്പോഴും അശ്മി, എനിക്ക് തമാശ തോന്നിയിട്ടുണ്ട്. കോൺഗ്രസ് ജയിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് RSSനോട് അനുഭവം ഉണ്ടെന്ന് പറയുന്ന പിണറായി വിജയന്റെ ഒരു നിലവാരം ഉണ്ടല്ലോ. ഈ സാധനം തമിഴ്നാട്ടിൽ പോയി പറയാൻ പറ്റുമോ? രാഹുൽ ഗാന്ധി RSSന്റെ ആളാണെന്ന് തമിഴ്നാട്ടിൽ തമിഴിലൊന്ന് പറഞ്ഞാൽ അടി കിട്ടും പിണറായി വിജയന്, കിട്ടില്ലേ? അവിടുത്തെ സഖാക്കൾ തല്ലും. കാരണം പിണറായി വിജയന്റെ പടം വെച്ചിട്ടാണ് അവിടെ സഖാക്കൾ പിടിക്കുന്നത്. രാജസ്ഥാനിൽ പോയി പറയാൻ പറ്റുമോ? സിക്കറിൽ ഒന്ന് പോയി പറയട്ടെ പിണറായി വിജയനെ വിളിച്ചില്ലല്ലോ അവിടേക്ക്. എന്താ വിളിക്കാഞ്ഞ്? പിണറായി വിജയൻ അവിടെ പോയി രാഹുൽ ഗാന്ധി RSSന്റെ ആളാണ് എന്ന് പറഞ്ഞാൽ അന്ന് കിട്ടൂല അടി. കാരണം അവിടുത്തെ സ്ഥാനാർത്ഥി തല്ലും. അദ്ദേഹത്തിന് പറയാം, ബംഗാളിൽ പോയി പറയാൻ പറ്റുമോ? ഞാൻ ചോദിച്ചത്, ഒരു തരത്തിലുള്ള മാന്യതയുമില്ലാത്ത തരം താഴ്ന്ന രാഷ്ട്രീയം. ഞാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ചാനലിൽ സംസാരിക്കേണ്ട തീരുമാനിച്ച ആളാണ്, അതുകൊണ്ടാണ് മിണ്ടാതിരുന്നത്. ഇപ്പൊ സംസാരിക്കണമല്ലോ. ഇത്ര തരം താഴ്ന്ന കച്ചവടത്തിന്റെ രാഷ്ട്രീയം, വെറും കച്ചവടത്തിന്റെ രാഷ്ട്രീയം, അത് വളരെ ഭംഗിയായി വെളിപ്പെടുകയാണ്. ദല്ലാൽ നന്ദകുമാർ, ഞാൻ ദല്ലാളുടെ കുറ്റം പറയാം, ദല്ലാളാണ്. ദല്ലാൾ എപ്പോഴും ദല്ലാളാണ്. അദ്ദേഹം അവിടെ ഇവിടെയൊക്കെ കളിക്കും. ദല്ലാൾക്ക് പക്ഷമില്ല. പക്ഷേ ദല്ലാളിന് പോലെ ഇപ്പൊ എല്ലാവരും ഇതിൽ ദല്ലാൾ നന്ദകുമാറാണോ ദല്ലാൾ, EP ജയരാജനാണോ ദല്ലാൾ എന്നും കൂടി ചോദിക്കണ്ടേ? നന്ദകുമാർ മാത്രമാണോ ദല്ലാൾ? EP ജയരാജൻ ദല്ലാളല്ലേ? അപ്പൊ നമ്മൾ ദല്ലാൾ ആരാന്നുള്ള സംശയം വരും. അതോ രണ്ട് ദല്ലാളുണ്ടോ? ഇത് ഇത്തരത്തിൽ രാഷ്ട്രീയത്തെ ഏറ്റവും തരംതാഴ്ന്ന സാധനമാക്കുക എനിക്ക് വിഷമുള്ള ഒരു കാര്യമാണ്. 30 വർഷം ഞാൻ പ്രവർത്തിച്ച ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ എന്തൊക്കെ പറഞ്ഞാലും എന്തെങ്കിലും ചില മൂല്യങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിച്ചു. ഇപ്പൊ അതൊക്കെ പോയി. EP ജയരാജൻ സമുന്നതനായി. ഇപ്പോൾ അക്സർ പറഞ്ഞല്ലോ നടപടിയെടുക്കുക. എന്താ നടപടി എന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. കൂടി വന്നാൽ അദ്ദേഹത്തിന് LDF കൺവീനർ സ്ഥാനത്ത് മാറ്റും. വലിയ നടപടിയാ. അല്ലെങ്കിൽ പരസ്യമായി ശാസിക്കും. അതൊക്കെ ചെയ്യും. എന്നിട്ടോ ജയരാജന് എല്ലാ സ്ഥാനവും കൊണ്ടു നടക്കും. ജയരാജൻ ഇതിന്റെ ഫണ്ട് റൈസറാണ്. ജയരാജന് ഈ കച്ചവടത്തിൽ മുഴുവൻ, അദ്ദേഹം വ്യാപാര യൂണിയന്റെ ആൾ മാത്രമല്ല, രാഷ്ട്രീയ വ്യാപാര യൂണിയന്റെ ആള് കൂടിയാണ്. അവിടെ ഞാൻ പറഞ്ഞു, ശരി, ഞാൻ ശ്രീ രാജു പി നായരിലേക്കാണ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.